എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹൻമോനിയുടെ കാറിനെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന മാത്യുവിനെയാണ്. ആ സ്ഥലത്ത് ഓൾറെഡി ദോഹിക്ക് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. മാത്യു തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഹൻമോനി മാത്യുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ ഹൻമോനി അതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. മാത്യു പുറകെ വരുന്നത് കാണുന്നുണ്ട്. അകത്ത് കയറിയ പാടെ മാത്യുവിന് മനസ്സിലാവുകയാണ് മോനെ തന്നെ പറ്റിക്കുകയായിരുന്നു ആ സ്ഥലത്ത് ദോഹി കൊണ്ടെന്നുള്ള കാര്യം മാത്യു കാണുകയാണ്. ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതര സ്ഥലമായിരുന്നു. അതിൽ ചുറ്റും കണ്ണാടികൾ കൊണ്ട് നിറച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ആകെ കൺഫ്യൂസായ മാത്യുവിൻ്റെ കയ്യിൽ നിന്ന് തോക്ക് പെട്ടെന്ന് താഴെ വീഴുകയാണ്. ദോഹിക്ക് ഓടിച്ചെന്ന് ആ തോക്കെടുത്തതിന് ശേഷം മാത്യുവിൻ്റെ അടുത്ത് പറയാണ്, നീ കാരണം മരണം സംഭവിച്ച എല്ലാവർക്കും വേണ്ടി ഞാനിന്ന് പ്രതികാരം ചെയ്യും, നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയാണ്. ദോഹിക്കിൻ്റെ ഒപ്പം തന്നെ അവിടേക്ക് ജിൻമോയും ഹൻമോനിയും എത്തുകയാണ്. പക്ഷേ മാത്യു എങ്ങനെയൊക്കെയോ ആ ഒരു തോക്ക് തട്ടിത്തെറിപ്പിച്ചതിന് ശേഷം അവിടെ കിടന്ന ഒരു ഗ്ലാസിൻ്റെ പീസ് എടുത്ത് ഹൻമോനിയുടെ കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. തന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവളെയും കൊല്ലും എന്നാണ് മാത്യു പറയുന്നുണ്ടായിരുന്നത്. അതൊന്നും കുഴപ്പമില്ല, ഷൂട്ട് ചെയ്തൊന്ന് ജിൻമോ പറയുന്നുണ്ടെങ്കിലും ഇവൻ മോനെ തന്നെ പറയുന്നുണ്ട്, സാരില്ല ഷൂട്ട് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ദോഹിക്കിനെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവിടെ വേറെ കുറേ ഗൺ ഷോട്ട്സ് കേൾക്കുകയാണ്. അത് മാത്യുവിൻ്റെ ആൾക്കാരായിരുന്നു. അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മാത്യു തന്നെ ഫോളോ ചെയ്യേണ്ട എന്ന് തൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും മിസ്റ്റർ ഗൂവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ മാത്യുവിനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോഹിക്കും ഹൻമോനിയും ജിൻമോയും ഒന്നും ചെയ്യാൻ പറ്റാതെ അവരുടെ പിടിയിൽ അകപ്പെടുകയാണ്. അടുത്ത സീനിൽ നമുക്ക് മിസ് ഗോയെയും ചായയാണ് കാണാൻ പറ്റുന്നത്. അവർ രണ്ടുപേരും അവരുടെ ലഗേജസ് ഒക്കെ എടുത്ത് ബോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. മിസ് ഗോ പെട്ടെന്ന് അവരുടെ മക്കളെ ഓർമ്മ വന്നിട്ട് ഫോൺ വിളിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ചാ പറയാണ്, വേണ്ട വിളിക്കരുത്, നമ്മുടെ ഫോൺ അവർ ട്രേസ് ചെയ്യുന്നുണ്ടാവുമെന്ന്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് നാം വരുന്നത്. അവിടെ എത്തിയതിന് ശേഷം നാം പറയാണ്, ചുറ്റിനും പോലീസ് ഉള്ളത് കാരണം തന്നെ ഒരു ബോട്ടുകൾ റെഡിയല്ല എന്ന്. ചാ ഇത് കേട്ടിട്ട് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, നിന്നെ കൊണ്ട് ഇത് പോലും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് നാമിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് റാഹിയുടെ വരവ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ബോട്ടൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കളിയാക്കാണ് റാഹി എങ്ങനെ അവിടെ എത്തിയെന്ന് ആലോചിച്ച് അമ്പരന്ന് നിൽക്കുകയാണ് മിസ് ഗോ അത് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ചാ പറയാണ്, ഞാനാണ് ഇവളെ ഇങ്ങോട്ട് വിളിച്ചത്, അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് ഇച്ചിരി എക്സ്പീരിയൻസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. റാഹി അന്നേരം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാണ്, ഇന്ന് രാത്രി 12 മണിക്ക് ബോട്ട് വരും, നമ്മളെല്ലാവരും അതിൽ കയറി രക്ഷപ്പെടും. രാത്രി 12 മണിയാവാൻ ഇനി ഒരുപാട് സമയമുള്ളത് കൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് ഒന്ന് കറങ്ങാൻ പോയാലോ എന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ കറങ്ങാനായിട്ട് പോകുന്നുണ്ട്. ഡോക്ടർ ചാ ആ സമയത്ത് പറയുകയാണ്, കാര്യം നമ്മൾ പോലീസിനെ പേടിച്ച് ഓടി നടക്കുകയൊക്കെ ആണെങ്കിലും ഇപ്പോൾ മനസ്സിലൊരു സമാധാനമൊക്കെ ഉണ്ട്. കാരണം ജീവിതം, എൻ്റെ ഫ്യൂച്ചറൊക്കെ നല്ലതായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഏകദേശം ഉറപ്പായി. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവരവിടെ സമയം കളയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് കങ്ങിനെയാണ്. കങ്ങ് ആ ഒരു ഐലൻഡിൽ മിസ്റ്റർ ലീയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് ആ ഒരു ഐലൻഡിലേക്ക് ആരോ ബോട്ടിൽ വരുന്നതായിട്ട് കങ്ങിൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. കങ്ങ് നേരെ തന്നെ മിസ്റ്റർ ലീയുടെ അടുത്ത് വന്നിട്ട് കാര്യം പറയുകയാണ്. മിസ്റ്റർ ലീ അന്നേരം പറയുകയാണ്, ആരെയെങ്കിലും മാത്യു ഇങ്ങോട്ടേക്ക് വിടുന്നുണ്ടെങ്കിൽ ഈ ഐലൻഡ് നശിപ്പിക്കാനായിട്ട് തന്നെയായിരിക്കും അവൻ്റെ ഉദ്ദേശം എന്ന് മിസ്റ്റർ ലീ പറയുകയാണ്. അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് കങ്ങ് പറഞ്ഞിട്ട് മിസ്റ്റർ ലീയെ കൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മിസ്റ്റർ ലീക്ക് ഒരടി പോലും നടക്കാനായിട്ടുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് കങ്ങ് പോകണം എന്ന് തന്നെ മിസ്റ്റർ ലീ കങ്ങിൻ്റെ അടുത്ത് പറയാണ്. ശരിക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് മിസ്റ്റർ ഗു ആയിരുന്നു. തൻ്റെ ഒരാളെയും കൂട്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയതിന് ശേഷം ആദ്യം അയാൾ ചെന്ന് നോക്കുന്നത് മിസ്റ്റർ ലീ എവിടെയാണെന്നാണ്. മിസ്റ്റർ ഗു നോക്കുന്ന സമയത്ത് മിസ്റ്റർ ലീ അവിടെ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് ഒച്ചയൊന്നും വെക്കാതെ നൈസായിട്ട് അവിടെ ചെന്നിട്ട് ആ ഒരു ഐലൻഡിലെ പല സ്ഥലങ്ങളിലായിട്ട് ബോംബ് ഘടിപ്പിക്കുകയാണ്. അതിനുശേഷം തൻ്റെ കൂടെ വന്ന ആളെയും ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. മിസ്റ്റർ ഗു തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ പുറത്തെടുത്ത് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ആ ഫോട്ടോയിൽ തൻ്റെ മകനെ കയ്യിൽ എടുത്തു വെച്ചിരിക്കുന്ന മിസ്റ്റർ ഗുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് മിസ്റ്റർ ഗു വളരെയധികം ഇമോഷണൽ ആയെന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം മാത്യുവിനെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. മിസ്റ്റർ ലീ അവിടെ തന്നെയുണ്ട്, ബോംബും ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതിനുശേഷം മിസ്റ്റർ ഗു മാത്യുവിൻ്റെ അടുത്ത് വളരെയധികം ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ എൻ്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. മാത്യുവും ഇത് കേട്ടിട്ട് സങ്കടം വരുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ അതെല്ലാം കൺട്രോൾ ചെയ്ത് പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മാത്യുവുമായിട്ട് നല്ലൊരു സംസാരം കഴിഞ്ഞതിന് ശേഷം കോൾ കട്ട് ചെയ്തിട്ട് ആ ഒരു ബോംബ് ട്രിഗർ ചെയ്യുകയാണ് മിസ്റ്റർ ഗു. അവിടെ ഒരു വലിയ ബോംബ് ബ്ലാസ്റ്റ് തന്നെ ഉണ്ടാവുകയാണ്. പക്ഷേ ആ നേരം കൊണ്ട് കങ്ങിനും മിസ്റ്റർ ലീക്കും ഒരു ബോട്ട് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നീട് നമ്മളെ കാണിക്കുന്നത് റാഹിയും ടീമിനെയാണ്. അവർ അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു സ്ഥലത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് റാൻഡമായിട്ട് പറയുകയാണ്, ഞാൻ സീ സിക്നസിൻ്റെ മരുന്ന് എടുത്തിട്ടില്ല, എനിക്കത് പ്രശ്നമാവുമെന്നൊരു പേടിയുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ റാഹി അവിടുന്ന് 3 ബോട്ടിൽ മരുന്ന് എടുക്കുകയാണ്. ഞാൻ എല്ലാ പ്രിപ്പറേഷനും കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് അവരെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. അത് മരുന്ന് മാത്രം ആയിരുന്നില്ല, അതിൽ റാഹി എന്തൊക്കെയോ കലർത്തിയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മളൊരു വണ്ടിയാണ് കാണിക്കുന്നത്. ആ വണ്ടിയിൽ ബാക്കി 3 പേരും ബോധമില്ലാതെ കിടക്കുകയാണ്. ആ ഒരു ഡ്രൈവർ സീറ്റിൽ അവരെ ബോധം വന്ന് നോക്കുമ്പോഴേക്കും അവിടെ മാത്യുവിൻ്റെ ആളായിരുന്നു ഉണ്ടായിരുന്നത്. കോ ഡ്രൈവർ സീറ്റിൽ റാഹിയും ഉണ്ടായിരുന്നു. അവർക്ക് മനസ്സിലാവുകയാണ് എല്ലാം റാഹിയുടെ പ്ലാൻ ആയിരുന്നു എന്നുള്ള കാര്യം. റാഹി അവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ 3 പേരും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്യുവിന് യഥാർത്ഥ മാത്യു ആവാനായിട്ട് സാധിക്കില്ല. റാഹി അങ്ങനെ അവരെ പറഞ്ഞ് പറ്റിച്ച് ചതിക്കായിരുന്നു എന്നുള്ള കാര്യം അവർ 3 പേരും അന്നേരം തിരിച്ചറിയുകയാണ്. ആ സമയം നമുക്ക് മുമ്പ് നടന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുകയാണ്. റാഹി അവരുടെ അടുത്ത് നല്ലൊരു എസ്കേപ്പ് പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെന്ന സമയത്ത് അവർ റാഹിയെ മൈൻഡ് പോലും ചെയ്യാതെ 3 പേര് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റാഹി മാത്യുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിലൊരു നല്ല പ്ലാൻ ഉണ്ട്, പക്ഷെ അതിനായിട്ട് അവരെ 3 പേരെയും എത്രയും പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്തേ മതിയാവും, കാരണം അവർക്ക് നമ്മുടെ രഹസ്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ റാഹിയുടെ പ്ലാൻ അനുസരിച്ചായിരുന്നു ഇത്രയും നേരം പോയിക്കൊണ്ടിരുന്നത്. അവിടെ എത്തിയതിന് ശേഷം മാത്യുവിൻ്റെ ആൾക്കാരെ എല്ലാവരെയും ബോധം കെടുത്താണ്, റാഹിയെ ഉൾപ്പെടെ. അങ്ങനെ എല്ലാവർക്കും ബോധം വന്നു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീനിൽ റാഹി മാത്യുവിൻ്റെ പേര് അലറി വിളിച്ചുകൊണ്ട് തൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ 4 പേരും കൂടാതെ ജിൻമോയും ഹൻമോനിയും ദോഹ്യുക്കും അതേ റൂമിൽ തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇത് കാണുന്ന നമുക്ക് മനസ്സിലാവും മാത്യു എല്ലാവരെയും മണ്ടന്മാരാക്കി അവിടെ എത്തിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം. റാഹി അവിടെ നിന്ന് അലറിക്കൊണ്ട് പറയാണ്, ഞാൻ നിൻ്റെ കൂടെ അല്ലായിരുന്നോ, പിന്നെ എങ്ങനെ നിനക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയാണ്. ആ സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് കേട്ടിട്ട് അത് തന്നെ ഡിസ്കസ് ചെയ്യുകയാണ്. ജിൻമോ ഒക്കെ പറയാണ് മാത്യുവിൻ്റെ സീക്രട്ട് റാഹിക്കും അറിയാം, പിന്നെ അവൻ എങ്ങനെ റാഹിയെ വെറുതെ വിടും എന്നുള്ള കാര്യം എല്ലാവരും ഡിസ്കസ് ചെയ്യുകയാണ്. അതിനുശേഷം അവരെല്ലാവരും ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് മാത്യുവിൻ്റെ ആൾക്കാർ കുറേ പേര് ഗണ്ണുമായിട്ടൊക്കെ വരികയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഓടിക്കോ, എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചോ എന്ന് പറയാണ്. ആ അവസരം മുതലാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ പുറകെ ഓരോ ഷൂട്ടേഴ്സും പുറകെ തന്നെ ഓടുന്നുണ്ടായിരുന്നു. എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ അവർ ഓരോരുത്തരും രക്ഷപ്പെട്ട് 2nd ഫ്ലോറിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായത്, ആ ഷൂട്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ അവരെ ഷൂട്ട് ചെയ്യാനൊന്നും ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല, അവരെ ഒന്ന് പേടിപ്പിച്ച് 2nd ഫ്ലോർ വരെ എത്തിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ അവർ മാത്യുവിൻ്റെ ഓരോ പരിപാടികളെ പറ്റി ആലോചിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടുന്ന് റൂഫിൻ്റെ അവിടുന്ന് എന്തോ ഒരു ഗ്യാസ് പുറത്ത് വരുന്നതായിട്ട് അവർക്ക് കാണുന്നത്. അവരത് ശ്വസിച്ചതിന് ശേഷം അവർക്ക് വേറെ എന്തൊക്കെയോ രീതിയിൽ തോന്നുകയാണ്, അവർ വേറെ എന്തൊക്കെയോ മുന്നിൽ കാണുകയാണ്. ആദ്യം അവർ പോയിരുന്ന ആ ഒരു ഐലൻഡും യോങ്ജുവിൻ്റെ ബോഡി അവർ കുഴിച്ചിട്ട് ആ ഒരു ഗുഹയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം അവർ മുന്നിൽ കാണുകയാണ്. പക്ഷെ അതൊന്നും അവിടെ ഇല്ലെങ്കിലും ഇതെല്ലാം അവർക്ക് തോന്നുകയാണ്. പെട്ടെന്ന് ഒരുപാട് വവ്വാലുകൾ അവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലും ഒരുപാട് മൃഗങ്ങൾ അവരെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലും ഒക്കെ അവർക്ക് തോന്നുകയാണ്. പക്ഷെ ഇതെല്ലാം അവരുടെ തോന്നലുകളായിരുന്നു. അങ്ങനെ ഇതെല്ലാം പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എങ്ങനെയൊക്കെയോ അവരെല്ലാവരും ടെറസിലേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും അവർ ഗ്യാസിൻ്റെ എഫക്റ്റും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി അവർ കാണുന്നത് മാത്യു ഒരു ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ്. മാത്യുവിനെ കണ്ടപാടെ ദേഷ്യപ്പെട്ട് ദോഹിക്ക് മാത്യുവിൻ്റെ അടുത്ത് നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ മാത്യു ദോഹിക്കിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. മാത്യു അതിനുശേഷം എല്ലാവരുടെ അടുത്തും പറയുകയാണ്, നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ 6 പേരുടെയും മുമ്പിൽ. ഒന്നെങ്കിൽ ദോഹിക്കിൻ്റെ കൂടെ കിടന്ന് ഇവിടെ കിടന്ന് മരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് എൻ്റെ അടിമകളായിട്ട് ജീവിക്കാം, ഏത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ എന്ന് മാത്യു അവരുടെ അടുത്തൊരു ചോയ്സ് കൊടുക്കുകയാണ്. ജിൻമോ അത് കേട്ടിട്ട് പറയുകയാണ്, ഞാൻ ചത്താലും നിൻ്റെ കൂടത്ത് ഞാൻ വരില്ല, നീ ഒരു കള്ളനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാത്യുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ റാഹിയും കിടന്ന് ഒച്ച വെക്കുന്നുണ്ട്, നിന്നെ ഞാൻ വിശ്വസിച്ച് നിൻ്റെ കൂടെ വന്നതാണെങ്കിൽ നീ എന്നെ ചതിച്ചു അങ്ങനെയൊക്കെ പറയുകയാണ്. ആ സമയത്ത് മാത്യു പറയുകയാണ്, നിങ്ങളെ ആരെയും ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഞാൻ തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇതൊക്കെ കേട്ട് മാത്യു ചിരിച്ചിട്ട് പറയാണ്, ഈ ഒരു ബിൽഡിങ് ഫുള്ള് ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട്, ഇപ്പം ഞാനത് ട്രിഗർ ചെയ്യാൻ പോകാണെന്ന് പറഞ്ഞിട്ട് ബോംബ് ട്രിഗർ ചെയ്യുകയാണ്. അത് 3 മിനിറ്റ് അതിനുള്ള സമയമുണ്ട്, നിങ്ങൾ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്തോളൂ. ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല, എൻ്റെ കൂടെ ഹെലികോപ്റ്റർ കയറി വരുന്നവർ മാത്രം രക്ഷപ്പെടും, ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചോയ്സ് കൊടുക്കുകയാണ്. ബോംബിൻ്റെ കാര്യം കേട്ടതോടെ എല്ലാവരുടെയും മൈൻഡ് മാറാൻ ശ്രമിക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, തീരുമാനം എടുക്കാൻ പറ്റാതെ അവിടെ നിൽക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സ്വയം ആലോചിക്കുകയാണ്. അവർക്ക് ആർക്കും തന്നെ മനസ്സുകൊണ്ട് മാത്യുവിൻ്റെ കൂടെ പോകാനായിട്ട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ മിസ് ഗോ മുന്നോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ കൂടെ ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എനിക്ക് കാണാൻ പറ്റുമോ, അവരുടെ കൂടെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. മാത്യു പറയാണ്, പിന്നെന്താ, എന്തായാലും ജീവിക്കാമല്ലോ, നിൻ്റെ മകളെ ഞാൻ നല്ലൊരു ആക്ട്രസ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് പറയാണ്. അങ്ങനെ മിസ് ഗോ അവരുടെ തീരുമാനം എടുത്ത് മുന്നോട്ട് വരികയാണ്. മിസ് ഗോ മുന്നോട്ട് വന്നിട്ട് ദോഹിക്കിനെ ഒന്ന് നോക്കുന്നുണ്ട്.
കൂടാതെ അവരുടെ പഴയകാലം കൂടെ അവർ ചിന്തിക്കുകയാണ്. അവർ സത്യസന്ധമായിട്ട് ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്നൊരു കാര്യം കൂടെ ആലോചിക്കുകയാണ് മിസ് ഗോ. പിന്നീട് നാം ഡോക്ടർ ചായയുടെ അടുത്ത് പറയാണ്, നീ എന്ത് തീരുമാനം എടുത്താലും നിൻ്റെ കൂടെ ഞാനുണ്ടാവും. ഇവിടെ കിടന്ന് മരിക്കാൻ നീ തീരുമാനം എടുത്താലും നിൻ്റെ ഒപ്പം ഞാനുണ്ടാവും. മാത്യുവിൻ്റെ ഒപ്പം പോകാൻ നീ തീരുമാനം എടുത്താലും നിൻ്റെ ഒപ്പം തന്നെ ഞാനുണ്ടാവും എന്ന് പറയാണ്. ഡോക്ടർ ചാ എല്ലാവരുടെ അടുത്തും പറയാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല ആളൊന്നുമല്ല. ഞാൻ ദാമിയെ ഞാൻ ചതിച്ചു, മിസ്റ്റർ ബങ്ങിനെ ഞാൻ ചതിച്ചു. ഞാൻ ഇനിയും നല്ല ആളാവാനായിട്ട് ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്ന് നാമിൻ്റെ കൂടെ ചെന്നിട്ട് മാത്യുവിൻ്റെ കൂടെ ചേരാനായിട്ട് തീരുമാനിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് ദോഹിക്കിനെ നോക്കിയിട്ട് ചായം അവരുടെ നല്ല കാലം ഓർക്കുകയാണ്. അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ അവർ ആലോചിക്കുകയാണ്. കൂടാതെ നാമും സത്യസന്ധമായ ഒരു പോലീസുകാരനായിട്ട് ജീവിച്ചിരുന്ന ആ ഒരു കാലങ്ങൾ ഓർത്തിട്ട് അവർ മുൻപോട്ട് നീങ്ങുകയാണ്. 3 പേരായി. ഇനി ബാക്കിയുള്ള ആൾക്കാരെയും കൂടി മാത്യു കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ മോനിൻ്റെ അടുത്ത് പറയാണ്, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ദോഹ്യുക്കൊക്കെ മരിച്ചതിന് ശേഷം നിനക്ക് വീണ്ടും സ്റ്റാർ ആവാം, ടോപ്പ് സ്റ്റാർ ആക്കി എടുക്കും നിന്നെ എന്ന് പറഞ്ഞിട്ട് മോനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നീട് മാത്യു ജിൻമോൻ്റെ അടുത്ത് പറയാണ്, നീ ചെയ്ത എല്ലാ ചതികളും ഞാൻ ക്ഷമിക്കാം, നിന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിക്കോളാം. ദോഹ്യുക്ക് ചെയർമാൻ ബങ്ങിൻ്റെ പൈസ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ, നമുക്കത് വെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാം. വെറും ഒരു പെണ്ണിന് വേണ്ടി എന്തിനാണ് നിൻ്റെ ജീവിതം നീ ഇങ്ങനെ കളയുന്നത്? ഓൾറെഡി നീ ഒരു അനാഥനായതുകൊണ്ട് തന്നെ നിൻ്റെ ജീവിതം വളരെയധികം മോശമായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇനിയെങ്കിലും കുറച്ച് സമാധാനമായിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയട്ടെ. ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ജിൻമോ അവിടെ നിൽക്കുകയാണ്. ജിൻമോ ആ ഒരു പൈസ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് ദോഹ്യുക്ക് അവനെ കാണിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ജിൻമോ അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി മാത്യു ഒരു ബോംബ് ട്രിഗർ ചെയ്യുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോംബ് പൊട്ടിത്തെറിക്കുകയാണ്. ഇത് കണ്ട് ബാക്കി എല്ലാവരുടെയും പേടി അങ്ങ് കൂടുകയാണ്. അങ്ങനെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആയതോടെ റാഹി നല്ല രീതിയിൽ പേടിക്കുകയാണ്. എന്നിട്ട് എന്തും വന്നോട്ടെ മാത്യുവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് ദോഹിക്കിനെ ഒന്ന് നോക്കിയതിന് ശേഷം റാഹി കങ്ങുമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലം ഓർക്കുകയാണ്. ആ സമയത്ത് അവർ ശരിക്കും സന്തോഷവതിയായിരുന്നു എന്നുള്ള കാര്യം അവർ ഓർത്തിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. മാത്യു അതിനുശേഷം പിന്നെയും ജിൻമോയുടെ അടുത്ത് മിസ്റ്റർ ബങ്ങിൻ്റെ പൈസ ചോദിക്കുകയാണ് എവിടെയാണെന്നുള്ള കാര്യം. ജിൻമോ ഒന്നും പറയാൻ പറ്റാതെ അവിടെ നിൽക്കുന്ന സമയത്ത് മോനെ പറയാണ്, ഞാൻ പറഞ്ഞു തരാം, സ്ഥലം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുവാണ്. അങ്ങനെ ദോഹിക്കിനെ നോക്കി അവളും തൻ്റെ പഴയ കാലം ആലോചിക്കുകയാണ്. ഹൻമോനെ ആവുന്നതിന് മുമ്പ് ഹൻ ഹുയ്സു ആയിരുന്ന സമയത്ത് ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് അവൾ ജീവിതം നയിച്ചിരുന്ന സമയത്തെ കാലം അവൾ ആലോചിക്കുകയാണ്. അതിനുശേഷം മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും പോയതുകൊണ്ട് തന്നെ ജിൻമോയും തോൽവി സമ്മതിക്കുകയാണ്. ചെയർമാൻ ബങ്ങിൻ്റെ പൈസ എവിടെയുണ്ടെന്നുള്ള കാര്യം മാത്യുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മുൻപോട്ട് നടക്കുന്ന സമയത്ത് ദോഹിക്കിനെ നോക്കി ജിൻമോയും തൻ്റെ പഴയ കാലം ആലോചിക്കുകയാണ്. താൻ ഓർഫണേജിലുണ്ടായിരുന്ന സമയത്ത് എത്ര സന്തോഷവാനായിരുന്നു എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും തൻ്റെ വശത്താക്കിയതിന് ശേഷം മാത്യു പറയാണ്, ഇനി നമ്മൾ 7 പേരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്, നമ്മൾ ഒരുമിച്ച് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്ന് പറയുകയാണ്. ബോംബ് ബ്ലാസ്റ്റ് ആവാനായിട്ട് വെറും 1 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലാവരും ഓടി ഹെലികോപ്റ്ററിലേക്ക് കയറുകയാണ്. ഇതൊക്കെ കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ദോഹ്യുക്ക് അവിടെ കിടക്കുകയാണ്. കയറുന്നതിന് മുമ്പ് ഹൻമോനി ദോഹ്യുക്കിനെ ഒന്ന് നോക്കിയതിന് ശേഷം മനസ്സിൽ സോറി പറയുകയാണ്. കൂടാതെ നിന്നോടുണ്ടായിരുന്ന എൻ്റെ ഇഷ്ടം സത്യമായിരുന്നു എന്നും കൂടെ പറഞ്ഞിട്ട് മോനി ഹെലികോപ്റ്ററിലേക്ക് കയറുകയാണ്. അവർ ഹെലികോപ്റ്റർ കയറി രക്ഷപ്പെട്ടതിന് ശേഷം അവിടെ ബ്ലാസ്റ്റ് നടക്കുകയാണ്. പക്ഷേ ആ ബ്ലാസ്റ്റിന് ഒരു സെക്കൻഡ് മുമ്പ് അവിടേക്ക് കങ്ങും മിസ്റ്റർ ലീയും എത്തിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ആ ഒരു 7 പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. മിസ്റ്റർ ലീ അവിടെ എത്തിയതിന് ശേഷം ദോഹിക്കിൻ്റെ അടുത്ത് നന്ദി പറയാണ്. ദാമിക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിച്ച എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് കങ്ങിനോട് മിസ്റ്റർ ലീ ദോഹിക്കിനെയും കൂട്ടി അവിടെ രക്ഷപ്പെടാനായിട്ട് പറയാണ്. കങ്ങിന് മിസ്റ്റർ ലീ അവിടെ ഇട്ടേച്ച് പോകാൻ ഉള്ള മനസ്സുണ്ടായിരുന്നില്ല എങ്കിൽ കൂടി മിസ്റ്റർ ലീ സ്വയം അവിടെ ജീവൻ വെടിയാനായിട്ട് തീരുമാനം എടുക്കുകയാണ്. ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് തന്നെ കങ്ങ് ദോഹ്യുക്കിനെയും കൊണ്ട് ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ചാടുകയാണ്. അങ്ങനെ ആ ഒരു ബ്ലാസ്റ്റിൽ ദോഹ്യുക്കിന് പകരം മിസ്റ്റർ ലീ മരിക്കുകയാണ്. ആ ഒരു 7 പേര് രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ ഒരു പാർട്ടോട് കൂടി നമ്മുടെ എസ്കേപ്പ് ഓഫ് ദ 7 എന്ന ഡ്രാമയുടെ ഫസ്റ്റ് സീസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സീസൺ 2 വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറയുക. കൂടാതെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. വേറെ ഏതെങ്കിലും ഡ്രാമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയുക. പുതിയൊരു ഡ്രാമയായിട്ട് നമുക്ക് വീണ്ടും കാണാം.